ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബനാന കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇനി പഴമൊക്കെ പഴുത്തു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 പഴം നന്നായിട്ട് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാട്ടിയെടുക്കാനാണ് ഫസ്റ്റ് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ചെറിയ പീസ് ഡാൽഡ ഇട്ടതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ല മാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു പരുവം അത്രയും നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കണം നമ്മുടെ പഴത്തിനെ. ഇപ്പോൾ ഇതേ നമ്മുടെ പഴമൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായുടെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ പഴം ഓൾറെഡി പഴുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അധികം മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര പഞ്ചസാര മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് റസ്കിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂണോളം റസ്കിൻ്റെ പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റസ്കിൻ്റെ പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ കട്ട്ലേറ്റൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ അതേ ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടിയിട്ട് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സ്ചറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതേ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അധികം ലൂസായിട്ട് പോകാനും പാടില്ല, അധികം ടൈറ്റായിട്ടും പോകാൻ പാടില്ല. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യണതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. ഇനി അത് നമ്മൾ ഓരോ കട്ട്ലേറ്റും അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്കിൻ്റെ പൊടിയിൽ ഞാൻ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ പൊടിയോ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതേപോലെ എല്ലാതും റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇവ ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് 2 സൈഡും വറുത്തെടുക്കാം. ഫ്ലെയിം അധികം ഹൈയിൽ ഇട്ടിട്ട് ചെയ്യണ്ട. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഡാൽഡ യൂസ് ചെയ്യണതിന് പകരമായിട്ട് ഇപ്പം നല്ല പശു നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പഴം വാട്ടിയെടുക്കുക അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. അങ്ങനെയായിട്ട് നമ്മൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഓരോ സൈഡ് കുക്കായി കിട്ടി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അവ ഓരോന്നും വറുത്ത് കോരി മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.